സ്നേഹത്തിൻ്റെ മാസ്മരശക്തി. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുറയ്ക്കുകയും അടിയുറയ്ക്കുകയും ചെയ്യണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫെസസ് 3:17. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം കുറിക്കട്ടെ. സ്നേഹത്തിൻ്റെ മാസ്മരശക്തി. സ്കൂളിൽ പോയ ഒരു മിടുക്കനായ 5ാം ക്ലാസ്സുകാരൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നില്ല. ദുഃഖാർത്തരായ മാതാപിതാക്കൾ പലയിടത്തും അന്വേഷിച്ചെങ്കിലും ഒരു പിടിയും കിട്ടിയില്ല. രാത്രി 11 മണിക്ക് ഒരു ഫോൺ സന്ദേശം കിട്ടി. നിങ്ങളുടെ ഓമന മകൻ ഞങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതനാണ്. 20 ദിവസത്തിനുള്ളിൽ 3 ലക്ഷം രൂപ നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ മരിക്കുകയില്ല. വാർത്തയറിഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടി. എങ്ങനെയായാലും കൊള്ളക്കാരെ കണ്ടുപിടിക്കണം. സ്നേഹമുള്ള നാട്ടുകാരും ബന്ധുക്കളും കൂട്ടം കൂട്ടമായി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു. പക്ഷേ അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ പിന്നിട്ടു. നിരാശയും അസ്വസ്ഥതയും ആ ഭവനത്തെ വിഴുങ്ങാൻ തുടങ്ങി. 18ാം ദിവസം ആരോ പറഞ്ഞറിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെയും കൊണ്ട് കുറച്ച് പേർ കാട്ടിലേക്ക് പോകുന്നത് കണ്ടു. പക്ഷേ ആ വഴി പോകരുതെന്നും ആ വഴി പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചു മരിക്കാം എന്ന് കരുതി അവർ പ്രത്യാശയോടെ പുറപ്പെട്ടു. കാട്ടിൽ കുറേ ദൂരം സഞ്ചരിച്ചിട്ടും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. കൊച്ചിനെ കാണാത്ത ആദിയും ദുഃഖവും ആ മുഖങ്ങളിൽ കാണാം. മകൻ്റെ ഓമന മുഖവും വിനോദങ്ങളും അവരുടെ സ്മരണയിൽ വന്നു. ദുഃഖം കടിച്ചിറക്കി അവർ വീണ്ടും ഉൾക്കാട്ടിലേക്ക് നീങ്ങി. അതാ ഒരു ഭാഗത്ത് മണ്ണിളകി കിടക്കുന്നു. ഒരു വലിയ കുഴൽ ഇറക്കി വെച്ച ഒരു കുഴി. ഓടിച്ചെന്ന് മണ്ണെല്ലാം മാറ്റി. പതുക്കെ നോക്കിയപ്പോൾ കുട്ടി ഒരു വശത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നു. കുട്ടിയെ വാരിയെടുത്ത് തെരുതെരെ ഉമ്മ വെച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മുഖം കഴുകിച്ച് കൊച്ചിന് വെള്ളം കൊടുത്തു. മോനെ, നീ ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു? അത്ഭുതമെന്ന് പറയട്ടെ, അവൻ പറഞ്ഞു. ഞാൻ സ്നേഹിക്കുകയായിരുന്നു. മമ്മിയെ സ്നേഹിക്കുന്നു, ഡാഡിയെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ഉണ്ണിയെ സ്നേഹിക്കുന്നു, ടീച്ചറെ സ്നേഹിക്കുന്നു, കൊള്ളക്കാരെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മയങ്ങി. വീണ്ടും ഉണരും. ഉണർന്നാൽ ഈ സ്നേഹമന്ത്രം വീണ്ടും ആരംഭിക്കും. കുട്ടിയുടെ നിഷ്കളങ്കമായ നിരുവാചിക സ്നേഹം അവന് ചൈതന്യമായി, ദാഹജലമായി, ഭക്ഷണമായി, ജീവനായി. ദിവസങ്ങളോളം വെള്ളം പോലും കഴിക്കാത്ത കുട്ടി മരിച്ചില്ല. അവൻ ആരെയും ഒന്നിനെയും ഭയമുണ്ടായിരുന്നില്ല. ആരെയും കുറിച്ച് തിന്മയായി ചിന്തിച്ചിരുന്നില്ല. അതിനാൽ ആ നിർമ്മല ഹൃദയത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ വലിയ സ്നേഹം ഒഴുകിയിറങ്ങി. ആ നിറവ് അവന് ശക്തിയായി. ദൈവം ചൊരിയുന്ന സ്നേഹം ആവോളം അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വിളിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കണമെങ്കിൽ ദൈവകൃപ വേണം. ദൈവകൃപയുടെ പ്രവാഹം ഉണ്ടെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് സ്നേഹവും നന്മയുമായിരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാതെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ ക്ലാസ് എടുക്കുവാൻ പോയി. ക്ലാസ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരു ചേട്ടത്തി എൻ്റെ അടുത്ത് വന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, സിസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. വീട്ടിൽ ആരുമില്ലേ എന്നും ഞാൻ ചോദിച്ചു. ചേട്ടത്തി പറഞ്ഞു, ഭർത്താവും 5 മക്കളുമുണ്ട്. ക്ലാസ് കേട്ടപ്പോഴാണ് ഞാൻ ഒരു സത്യം ഗ്രഹിച്ചത്. എൻ്റെ സ്നേഹം തനി സ്വാർത്ഥതയാണ്. ഭർത്താവ് വരുമ്പോഴേക്കും ചായ കൊടുക്കും, കുളിക്കാൻ വെള്ളം ഇറക്കി വയ്ക്കും, എന്നുവേണ്ട വിശേഷങ്ങളെല്ലാം ചോദിക്കും. ഭർത്താവിന് കൂലിപ്പണിയാണ്. ആള് വല്ല ചായക്കടയിൽ പോയി വേണ്ടതൊക്കെ കഴിച്ചാൽ വെള്ളം കുടിച്ച് വല്ലയിടത്തും കിടന്നാൽ നമ്മൾ കഷ്ടത്തിലായില്ലേ? എനിക്കാണെങ്കിൽ ഒരു പണിയും അറിയില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. അയൽപ്പക്കക്കാരായിട്ട് വഴക്കൊന്നുമില്ല. അവർ മീൻ മേടിച്ചാൽ മതി. ഞാൻ എൻ്റെ മൂവാണ്ടൻ മാവിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് 4 എണ്ണം കൊണ്ടു കൊടുക്കും. അവർക്ക് സന്തോഷമായി. പിന്നെ അവരുടെ 2 മക്കൾ ഗൾഫിലാണ്. അവർ വരുമ്പോൾ എനിക്ക് സാരി, കുട്ടികൾക്ക് ഡ്രസ്സ്, ഭർത്താവിന് ഷർട്ട് എല്ലാം കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ വളരെ കാര്യമായി അവരെ സ്നേഹിക്കുന്നത്. അവരിപ്പോൾ ഇരുട്ടാണെന്ന് പറഞ്ഞാൽ കാര്യം പകലാണെങ്കിലും ഞാൻ സത്യം പറയില്ല. എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് അവർ വളർന്നു വലുതാകട്ടെ
എന്നിട്ട് വേണം എന്നെ നോക്കാൻ എന്ന ചിന്തയോടെയാണ്. ചേടത്തി കരയുവാൻ തുടങ്ങി. എൻ്റെ സ്വാർത്ഥതയാണ് ഇതുവരെ എന്നെ നയിച്ചത്. സ്നേഹത്തിൻ്റെ മറയിൽ ഒന്ന് വെച്ചാൽ 10 കിട്ടണം. ഇതാണ് എൻ്റെ മനോഭാവം. തിരുവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്വാർത്ഥത ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ചേടത്തിയുടെ അനുതാപം നിറഞ്ഞ കണ്ണുനീരെ ഇന്നും ഞാൻ ആമുഖം മറന്നിട്ടില്ല. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മനോഭാവം വിലയിരുത്തുവാൻ ചേടത്തി എന്നെ പഠിപ്പിച്ചു. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യെശയ്യാ 66:2. അനുതാപത്തോടെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനമായ സ്വയബോധം, സെൽഫ് നോളജ് ഉണ്ടാകുന്നത്. വചനം ഫലമണിയുന്നത് അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ മാലാഖമാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്ക 15:10. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സ്നേഹം ദീർഘശാന്തതയും ദയയും ഉള്ളതാകുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹംഭാവം നടിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. 1 കൊറിന്ത്യസ് 13:4-7 ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:16. എല്ലാവരോടും സ്നേഹത്തിലായിരിക്കുക എന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം അനുഭവിക്കുന്നിടത്ത് സ്വർഗം അനുഭവിക്കാം. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ സഹോദരങ്ങളെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനും നിരുപാധികം ക്ഷമിക്കുവാനും സാധിക്കുകയുള്ളൂ.